ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കൂണ് വെച്ചിട്ടുള്ളൊരു അടിപൊളി റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നമ്മൾ ഫാമിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പാൽക്കൂണാണ്. നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ആ കൂണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ശേഷം മഞ്ഞൾപ്പൊടി തിരുമ്മി വെച്ചിട്ടുള്ളതാണ് ഈ കൂണ്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. പാൻ നന്നായി ഒന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷം ഒന്ന് തീ ഓഫ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ തീ കത്തിക്കുന്നില്ല, പൊടിയെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓരോ പൊടികൾ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് മാത്രം നമുക്ക് തീ കത്തിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് വേണ്ടത്. ആവശ്യത്തിന് നമ്മളെടുത്ത കൂണിൻ്റെ അളവനുസരിച്ച് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. കൂണുണ്ടാക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മഞ്ഞൾപ്പൊടി. മറക്കാതെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. തീ കത്തിക്കരുത്. അതിന് മുമ്പ് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കണം. നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ പൊടിയുടെ പച്ചമണം ഒന്ന് മാറി ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കൂണിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കി ഇതുപോലെ ഒന്ന് തിളച്ച് വരും. പയ്യെ ആ പൊടികൾ നന്നായിട്ടൊന്ന് തള വരും. ആ വെളിച്ചെണ്ണയിൽ കിടന്നുള്ള ആ തള വന്നതിന് ശേഷമാണ് നമുക്കിതിലേക്ക് നമ്മുടെ കൂണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചൂടായിരിക്കുന്നതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി തിരുമ്മി പിഴിഞ്ഞ് വാരി വെച്ചേക്കുന്ന കൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. നല്ലപോലെ എല്ലാ സൈഡിലേക്കും നമ്മുടെ മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കൂണിൽ ധാരാളം വെള്ളമുണ്ട്. നമ്മളിത് ആദ്യം തന്നെ ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇരുന്ന് വേവുന്ന സമയത്ത് തന്നെ അതിലെ വെള്ളമൊക്കെ ശരിക്കും വറ്റി നമുക്ക് കിട്ടും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് നമുക്കിത് അടച്ച് വയ്ക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അല്പസമയം വെയിറ്റ് ചെയ്യാം. ആദ്യം ലോ ഫ്ലെയിമിലിടുക. അതിനുശേഷം പതിയെ തീ കൂട്ടി കൊടുക്കുക കേട്ടോ. നല്ലപോലെ നന്നായിട്ട് തള വന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. ഈ പ്രോസസ്സ് 2-3 തവണ ചെയ്ത് കൊടുക്കണം. ആദ്യം 2 തവണ ലോ ഫ്ലെയിമിലും പിന്നീട് നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം കേട്ടോ. നല്ലപോലെ മസാലയൊക്കെ നമ്മുടെ കൂണിലേക്ക് ഇറങ്ങണം. പിന്നെ കൂണിൽ നിന്നുള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. കണ്ടോ, അടുത്ത സ്റ്റേജ് ആയപ്പോഴത്തേക്കും കൂണിൻ്റെ വെള്ളമൊക്കെ ചെറിയ രീതിയിൽ വറ്റി ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ തന്നെ ഇളക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. വെള്ളമൊക്കെ വറ്റി അടിപൊളി സെറ്റായി നമുക്കൊരു പാത്രത്തിലേക്ക് കൂണിനെ മാറ്റി കൊടുക്കാം കേട്ടോ. കണ്ടോ, എന്ത് രസമാണ്, കാണാൻ തന്നെ അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.